ഒരു തെന്നാലി രാമൻ കഥയാണിത്. പനമരത്തിലെ കാക്ക. തെന്നാലി രാമൻ പ്രശസ്തനാകുന്നതിന് മുൻപ് നടന്ന കഥയാണിത്. ഒരിക്കൽ തെനാലിയിൽ കൊടും വരൾച്ച അനുഭവപ്പെട്ടു. മഴയില്ലാതെ കുളങ്ങളും കിണറുകളുമെല്ലാം വറ്റി വരണ്ടു. വെള്ളമില്ലാതെ ജനം വലഞ്ഞു. ആകെ ദുരിതത്തിലായ അവർ മഴയ്ക്ക് വേണ്ടി സകല ദൈവങ്ങളെയും വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സന്യാസി തെനാലിയിലെത്തി. അത്ഭുതകരമെന്ന് പറയട്ടെ, സന്യാസി എത്തിയ ദിവസം തന്നെ തെനാലിയിൽ മഴയും വന്നെത്തി. നല്ല ഇടിയും മിന്നലും ഒക്കെയായി ഒരു പേമാരി തന്നെ. ജനങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സന്യാസിയുടെ ദിവ്യ സാന്നിധ്യം കൊണ്ടാണ് മഴ പെയ്തതെന്ന് ആരോ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി. നാട്ടുകാരെല്ലാം അത് ഏറ്റെടുത്തു. സന്യാസി ഒരു ആലിൻ ചുവട്ടിലാണ് ഇരുന്നിരുന്നത്. അവർ ഭക്തിയോടെ സന്യാസിയുടെ കാൽക്കൽ കുമ്പിട്ടു. അദ്ദേഹത്തെ ഭക്തി ആദരപൂർവ്വം വണങ്ങാൻ തുടങ്ങി. രാമൻ മാത്രം ഈ വക ഭക്തിയൊന്നും കാണിച്ചില്ല. അതോടെ നാട്ടുകാരെല്ലാം രാമനെ പുച്ഛിക്കാൻ തുടങ്ങി. ഗുരുത്വമില്ലാത്തവൻ, ഇത്രയും ദിവ്യനായ ഒരു സന്യാസിയെ ആദരിക്കാൻ പോലും തയ്യാറല്ലാത്തവൻ, ഇവനെയൊക്കെ നാടിന് അപമാനമാണ്. നാട്ടുകാർ അവനെ കുറ്റപ്പെടുത്തി. രാമനാകട്ടെ ഇതൊന്നും ചെവിക്കൊള്ളാതെ നേരെ സന്യാസിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, അല്ലയോ സന്യാസി വരിയ, പനമരത്തിലെ കാക്ക എങ്ങനെയുണ്ട്? ആളുകൾ ആ ചോദ്യം കേട്ട് അമ്പരന്ന് പോയി. ഇത്രയും ദിവ്യനായ സന്യാസിയോട് എത്ര പുച്ഛത്തോടെയാണ് രാമൻ അങ്ങനെയൊരു വിഡ്ഢി ചോദ്യം ചോദിക്കുന്നത്. രാമന്റെ ചോദ്യം കേട്ട് സന്യാസി പുഞ്ചിരിച്ചു. അദ്ദേഹം അവനെ നോക്കി തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, അതെ അതെ, പനമരത്തിലെ കാക്ക തന്നെ. ഒട്ടും മനസ്സിലാകാതെ അന്തം വിട്ടു നിൽക്കുന്ന ജനത്തെ നോക്കി രാമൻ പറഞ്ഞു, പണ്ടൊരു കാക്ക പറന്ന് തളർന്ന് ഒരു പനമരത്തിൽ ചെന്നിരുന്നു. ആ നിമിഷം തന്നെ ഒരു പനങ്കായ് താഴെ വീണു. പനയുടെ ചുവട്ടിൽ കുറേ ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. അത് കണ്ട് അവർ ഉറപ്പിച്ചു, പനങ്കായ് വീഴാൻ കാരണം ആ കാക്കയാണെന്ന്. വെറും അന്ധവിശ്വാസം അല്ലാതെ മറ്റെന്ത്? ജനങ്ങൾക്ക് രാമൻ പറഞ്ഞത് വ്യക്തമായില്ല. അവർ അവനെ കൂടുതൽ പുച്ഛിച്ചതേയുള്ളൂ. പക്ഷേ വിജ്ഞാനിയായ സന്യാസി രാമനെ അടുത്ത് വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ വളരെ ബുദ്ധിമാനാണ്. തീർച്ചയായും നീ ഒരു വലിയ ആളാകും.